Don't marra. ഹലോ ഗുഡ് ഈവനിങ് എവരിവൺ. ഒരു കുട്ടി നമ്മളോട് ചോദിക്കണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെയും അമ്മയും കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജന്മിന് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ പിന്നീട് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സംതിങ് എന്താ പറയുക, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, അച്ഛൻ അമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ കൊടുക്കുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. നേപ്പടിയാൻ, നാടകപ്രേക്ഷ, സന്തോഷം, ഈ ചൈഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കോട് സംസാരിച്ചു, എനിക്കും കഥ വർക്കൗട്ടായി. അങ്ങനെ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് ഇവർ രണ്ടുപേരോടും കഥ പറയുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്തായിരുന്നു ഇവരുടെ മുഖഭാവങ്ങൾ, എന്തായിരുന്നു ഇവരുടെ റെസ്പോൺസ്? ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും IVF-നെ പറ്റിയിട്ടും സെറോഗസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു രസച്ചരട് മുറിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജ് ചെയ്യും. ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ഇച്ചിരിയും കൂടെ ലവിങ് ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറവും മേപ്പടിയാനൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്തൊരു നടനുമാണ്. അപ്പം പിന്നീട് ഒരു പീക്കിന്ന് പിന്നീട് ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര അതാണ്. ബ്രദർ ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത സിനിമ ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് ഇറ്റ് ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോട് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റ് ആക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് ഇറ്റ് ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാനിനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സഡൻ ഗുഡ്. പക്ഷെ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ്. ദാറ്റ് ഈസ് സജീവ് പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞു, ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്ട് ആവുന്ന കഥകൾ ഇപ്പോൾ വൈബി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അവർക്ക് രണ്ടുപേർക്ക് ഉണ്ടാവുന്ന മെന്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിന് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജക്റ്റാണ് ഗെറ്റ്സ് ഇറ്റ് ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് ഇറ്റ് ബേബി ആയിരിക്കും. ദാറ്റ് ഇസ് എ ടേക്ക് അവേ. നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം, വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മാർക്കോ ഒരു മൊമെന്ററി ഹൈ ആണ്. തിയേറ്ററിൽ കാണിക്കില്ല, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക്
എനിക്കതാണ് തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വാവ്. പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. എക്സെപ്റ്റ് ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ബ്രൂയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഗ്, മ്യൂസിക്, സ്വാഗ് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിന് വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും. ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി. ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ലാലേട്ടൻ്റെ കൂടെയാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്ദിൽ നിന്ന്. ഞങ്ങൾ പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു A-സർട്ടിഫൈഡ് സെഗ്മെന്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ്, അതായത് ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസ് ആണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ യു ഓൾസോ. ഞാൻ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതിൽ. ജസ്റ്റ് ദാറ്റ് ഒരു ഒരു കൊലാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ. ഞാൻ ഉണ്ണി മുതലിട്ട് പണം ചെയ്തു. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ തന്നെയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു പ്രമുഖ റിവ്യൂവർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാള് കൊടുത്തൊരു വിമർശനം, കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ് ചെയ്തോ എന്ന് തോന്നി എന്നുള്ളതാണ്. അപ്പോ ആ ഒരു വിമർശനത്തിന് എന്താണ് മറുപടി? കുട്ടി ഉണ്ടാവുക എന്നുള്ളതല്ല ഈ സിനിമയുടെ മെയിൻ. അതൊരു സെറ്റിംഗ് ആണ്. IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി, ഡെലിവറി, കുട്ടികളുണ്ടാവൽ, അതിന്റെ സൊസൈറ്റൽ പ്രഷർ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ പറയുന്ന കഥ ഈ പറഞ്ഞ നേരത്തെ ഇവർ തുടങ്ങി വെച്ച പോലെ അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, ഈ റിലേഷൻഷിപ്സ്, ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസുമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഒരു മകൻ അമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, ഇതെല്ലാം പ്രതിപാദിച്ചു പോകുന്നൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ കുട്ടി ഉണ്ടാക്കുന്നൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. കുട്ടി ഉണ്ടാവാതിരിക്കണം ഒരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റിയിലായിട്ടുള്ള പല കാര്യങ്ങളും, ഈ സൊസൈറ്റൽ പ്രഷർ. താങ്ക് യു. ആക്ച്വലി രണ്ടും എക്സ്പീരിയൻസും ഉണ്ട്, സബ്ജക്റ്റിനോടുള്ള താല്പര്യമുണ്ട്. അതിൻ്റെ മുകളിലൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടേക്ക് ഇറ്റ് നല്ലൊരു സെറ്റപ്പിൽ. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല. ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എൻ്റെ കംഫേർട്ടിൽ എനിക്ക് എന്നെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അല്ലെങ്കിൽ സ്പേസിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നീല മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. സിനിമ ഇൻ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ആ കഥയിൽ മെയിനായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കാൻ വിനയ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ചെയ്യാവാതെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായനാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ 5 കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്തു, എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസ് ആണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായനാക്കി അവരുടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ആ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക. ഇത് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഫൈൻ, നോട്ട് എൻ ഇഷ്യൂ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ
ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കോ ഒരു അഡ്രിനലിൻ സ്പേസാണ്, എന്നാൽ അതിൽ അഭിനയം ഇല്ലാതെന്ന് പറയുന്നില്ല. രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ് വർക്കിംഗ്. ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ്. എൻ്റെ കംഫർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. അപ്പോൾ ഒരു സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. താങ്ക് യു. എന്താണ് അതിന്റെ ഉണ്ണിബ്രോയുടെ ഒരു പെർസ്പെക്റ്റീവ്? ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ അല്ല, ബേസിക്കലി ഇപ്പം അതോടനുബന്ധിച്ച് ഇപ്പം ഒരു പ്രൊഡ്യൂസർ, ഇപ്പൊ നമുക്കറിയാം മാർക്കോ പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. ഇപ്പം എന്താണ് താരങ്ങള് യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പൊ മാർക്കോ നമുക്ക് അറിയാം, അതിന്റെ സ്റ്റെയർ കേസ് സീനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിനാ സിനിമ അറിയുന്ന ഒരു നടൻ അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. മീൻസ് അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നീട് ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത്? പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിൾ ആണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒന്നൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കെന്നെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയാൻ, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, അതെൻ്റെ അവകാശങ്ങളാണ്. എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. ഞാൻ നടനും പ്രൊഡ്യൂസറും അതില്ല, എൻ്റെ മാത്രമല്ല എല്ലാവർക്കും. അതിനത് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. അത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഇതിലൊരു റൂൾ ബുക്ക് ഇല്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല. പ്രൊഡക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്, അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരണം. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം എനിക്കില്ല. അങ്ങനെ എല്ലാവരും ആക്ടിങ് വോട്ടെവർ ഇട്ട് ഏത് പ്രൊഫഷനാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ്. പിന്നെ സിനിമ, നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാലങ്ങളായിട്ട്, ഒരു 5 വർഷമായിട്ട് പറയുന്നത്. നിഖിലയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് അതിനെ കുറിച്ച്. ഈ താരങ്ങൾ പ്രതിഫലം യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ടതുണ്ടോ? ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നല്ലോ പറയുന്നത്. പറഞ്ഞ പോലെ അവരുടെ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അവരുടെ ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ജനറലി എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല. അതുകൊണ്ട് ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നത് നല്ലത്. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റും. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല? ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്. പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ വിളിക്കാമല്ലോ. നമ്മുടെ വീട്ടിലെ പേരാണ്
ഈശ്വര എന്ന മൂവിയില് കോർ ഇതല്ല എങ്കിലും പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് IVF ആയിരുന്നല്ലോ. അപ്പൊ അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു? ഇല്ല മാം, എനിക്ക് ഇതിപ്പോൾ എടുത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ അതൊരു ജോബ് പ്രൊഫൈൽ മാത്രമല്ല. ഞാൻ ആയുഷ്മയിൽ നമ്മൾ വേറെ കൈൻഡ് ഓഫ് സർവീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്, ശരിയാണ്. പക്ഷേ ഇതൊരു ഗൈനക് മെയിൻ ഗൈനക്കായിട്ട് ഞാൻ സിനിമയിൽ വന്നത് കറക്റ്റാണ്. പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ പുള്ളി രണ്ട് സിനിമയുടെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു, ഫിക്ഷനൊന്നും തോന്നുന്നില്ല. വിഷമം നേരത്തെ ചോദിച്ച ചോദ്യം, ഈ കഥ പറയുന്നത് കുട്ടികൾ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവം. ഇത് പല ആൾക്കാരും പറഞ്ഞാൽ സിനിമ ഓക്കെ, അതെല്ലാവരും ദയവ് ചെയ്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു. തുടക്കം മുതലേ തുടക്കം മുതൽ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറെ കളർഫുൾ ഫ്രെയിംസ് ഒക്കെ വരുന്ന ഒരു മൂവിയാണ്. അപ്പൊ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? ഇതെന്താ പറയുക, നമ്മളിത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അത്യാവശ്യം ഹോസ്പിറ്റലുകളും മറ്റും ഈ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു കളർ പാലറ്റിന്റെ ഉദ്ദേശം. ആൻഡ് അത് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ സജീവമായിട്ടും ബാക്കി പ്രൊഡക്ഷനിലുള്ള കിങ്സ്മെന്റിലുള്ള ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ വ്യക്തമായ ധാരണകളോട് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നെ എല്ലാ കാര്യത്തിലും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസേഴ്സാണ്. ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തോന്നുള്ളത് സജീവരോടാണ് ചോദിക്കുന്നത്. സജീവ് ഒരു പുതിയൊരു പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്തത് എന്തായിരുന്നാലും മുടക്കിയ പൈസകളെ കളർ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. കാരണം ഈ പടം എന്താ പറയാ, ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര കളർഫുൾ ആയിട്ട് മലയാള സിനിമയിൽ ഒരു ഫാമിലി പടം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി. ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാംസ്യസിന് അപ്രീസിയേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഉണ്ണിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിനകത്ത്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ദില്ലിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള പടങ്ങൾ ചർച്ച ചെയ്താലേ ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പം ഒരു പ്രത്യേക സബ്ജക്റ്റിന് മാത്രം ക്ലോസ് ചെയ്തിട്ട് ആരും ഇതിനെ, അതേ എനിക്ക് പറയാനുള്ളൂ. അത് ഒരു പുതിയ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയാം. മലയാള സിനിമയിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാമല്ലോ. സിനിമ കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ. ഞാനും ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരു മാസം ഓക്കെ. അപ്പൊ നിങ്ങൾ അതിനുള്ള എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക. പ്രൊഡ്യൂസർ സാർ, ഞാനങ്ങനെ ഒരു വിമർശനം ഞാനങ്ങനെ ഒരു വിമർശനം മറ്റൊരാളോട് പറഞ്ഞത്, അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ ഉടനടി തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പൊ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനെ ഒരു വിമർശനം കണ്ടു. ശരിക്കും ആ വിമർശനവും ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് പറഞ്ഞൊരു ഉണ്ണി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, ഈ ഒരു വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. അതുള്ളവർക്ക് ഈ പടം മാത്രം. ഇപ്പൊ ഞാന് ഈ സമയത്ത് ഞാൻ ലാൽസാറിനോട് വല്ല തിരക്കിലൂടെ കാര്യങ്ങളോട് നടക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മ എന്നെ 8 മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അതിലുള്ളപ്പോഴേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റും. അപ്പൊ ആ വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും, അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, ബാക്കിയുള്ളവരെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ. ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പൊ ശകുനം മുടക്കിയൊക്കെ പറഞ്ഞ പോലെ പ്രേക്ഷകർ മുടക്കി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള രീതിയുണ്ട്. ഇപ്പൊ ഞാൻ
ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവരുടെ എങ്ങനെയുണ്ടെങ്കിലും ചോദിക്കാറില്ല. എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ്, എടാ എനിക്കത് വർക്കായി, നീ പോയി കണ്ടു നോക്കുന്നേ പറയുന്നത്. അതാണ് എൻ്റെ മാന്യത. അല്ലെ, എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിന്റെ റെസ്പെക്ട്. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലുള്ളതാണ്. അതാണ് എനിക്ക് ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞിട്ട് ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട്. അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ്. ഓക്കെ. ഉണ്ണിമുകുന്ദൻ പണ്ടും ഇന്നും കഴിഞ്ഞ ഇടയ്ക്ക് പോലും, അതായത് പെട്ടെന്ന് ഒരു വിമർശനം അല്ലെങ്കിൽ പ്രകോപിതനാകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ, ചിലപ്പോൾ ഉണ്ണി മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. വിമർശനങ്ങൾ പേടിയുണ്ടോ? ആ, പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നം, പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം. അല്ല, പേടി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ വീഡിയോ ശരിക്കും ഉണ്ണിമുകുന്ദന്റെ കമ്പനി ബിആറിന്റെ റിമൂവ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തോന്നുകയാണ് എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയില്ല. പേടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. Okay, next question. Nikhila, hi. Okay, ഇപ്പൊ രാജുവേട്ടന് ശേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അതും റീജിയണൽ ലാംഗ്വേജിലുള്ള പടമാണ്. അപ്പൊ അത് എത്രത്തോളം സ്പെഷ്യലാണ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടനാണെന്ന് അറിയത്തില്ലായിരിക്കും. കാരണം ബിക്കോസ് അന്ന് മാർക്കോ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രത്തോളം സ്പെഷ്യലാണ് ഈ ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് ഒന്ന് റിവാങ്ക് ചെയ്ത് എന്ന് ചിന്തിച്ചു നോക്കുന്നത്. ബേബി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് നിഗോവിനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ. ആ സിനിമ ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണിയുടെ കൂടെ ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ചിലത് ചെയ്യാൻ പറ്റാറില്ല, ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരുന്നു, ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോകാറില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു സിനിമ വന്ന് എല്ലാം കറക്റ്റായിട്ട് വന്നത്. സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉണ്ണി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയാം. അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു. ആ റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നതാണ് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയുടെ 6ാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടായിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ, അതൊരു സംശയമില്ല. അപ്പോ ഉണ്ണിമുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ? അതൊരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് സിനിമ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബ്രദർ, ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല. ലൈക്ക് എടുത്തു പറഞ്ഞത് ഗെറ്റ് സെറ്റ് ബേബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്തത്. റിലീസ് നേരത്തെ ആയി പോയതേ ഉള്ളൂ. അതൊരു ടെക്നിക്കൽ റീസൺ ആണ്. നമുക്ക് അങ്ങനെ ആയിപ്പോയി, അതും പ്ലാൻഡ് അല്ല. നെക്സ്റ്റ് 1-2 പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുമില്ല, പ്രൊഫഷണൽ തീരുമാനങ്ങളും ഇല്ല. ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ. ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട്. ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ബിക്കോസ് അത് ഗെറ്റ് സെറ്റ് ബേബിയിലുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നല്ലൊരു സ്ട്രെസ്സാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത സിനിമ ഏതാണ്, ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
എന്ന് വെച്ചാൽ ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യാൻ ഞാൻ ഒരു സ്ഥലത്ത് പോലും മാർക്കോസ് പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല. ആ സിനിമ വരയിൽ സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ട്രാവൽ ചെയ്യും. ഗെറ്റ്സ് എ ബേബി ഇസ് എ ബിഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. പക്ഷെ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീമേക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ ഗെറ്റ്സ് എ ബേബി എന്ന മലയാള സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി. ബിക്കോസ് ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ IVF സർവീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമന്റുകൾ ഇടുണ്ടായിരുന്നു. നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആവില്ല. അപ്പൊ ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത സിനിമയ്ക്കുണ്ട്. ഇപ്പോഴും ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് എൻ്റെ ഈ പടത്തിന്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷൻ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സജീവ് ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിംഗ് വിളിക്കും. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലിപ്പം. എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്കോയെ പോലെ നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടിയൊന്നുമില്ല. പക്ഷെ ഈ സബ്ജക്റ്റിന് വേണ്ടിയൊന്ന് ഒരു നല്ല തുകയുണ്ട്. അത് ജെനുവിൻലി സബ്ജക്റ്റിന്റെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അതിൽ ഞാൻ സജീവിനും കിങ്സ്മാൻ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ സപ്പോർട്ട് വേറെ പ്രൊഡ്യൂസറുണ്ട്, അവരെല്ലാവർക്കും ഞാൻ നന്ദി പറയാം. ബിക്കോസ് ഒരു സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞ ഹോസ്പിറ്റൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഭയങ്കര കളർഫുൾ ഷർട്ടൊക്കെ ഇടാം. സത്യം എന്നോട് അതിനെ ഇടിപ്പിച്ചതാണ്. ഇങ്ങനെ എനിക്ക് കുറച്ച് രസമായിട്ട് വരുന്നതാണ്. സോ അത് സജീവിന്റെയും വിനയുടെയും കൂടി എഫോർട്ട് ഉണ്ടായിരുന്നു. ഞാനും കൺവിൻസ്ഡ് ആയി. ഓക്കെ ഫൈൻ, കൺവിൻസ് ചെയ്തു. സോ സിനിമകൾക്ക് അങ്ങോട്ട് ഭാരമായിട്ടൊന്നും വരാൻ പറ്റില്ല. എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എന്നെ ഉള്ളത്. ഇങ്ങനെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നുന്നില്ല. എൻ്റെ അടുത്ത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയുന്നത് കുഞ്ഞു സിനിമ അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുത്. നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വലുതാവില്ല. നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതാകും ചെറുതാകും. എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെ കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് പോസ്റ്റർ വീഴ്ചയിലിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിനെ ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ട് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത്. അതിൽ ആകെ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എണീറ്റ് നിൽക്കുന്നു. ആ തോട്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും. ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സജീവ് എന്നോട് ചോദിച്ചത് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണം. എനിക്ക് മനസ്സിലായി യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് എന്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത്. ദാറ്റ്സ് വൈ ദ മൂവി വാസ് റിലീസ്ഡ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്ക് ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന ഡിസിഷൻ നമുക്ക് കിട്ടുള്ളൂ. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവനും കൃത്യമായിട്ട് അറിയാം. ഇറ്റ്സ് എ റിസ്കി ബിസിനസ്, ഗാംബിൾ ബിസിനസ്. ഇതിൽ ഒരാളും ആരോടും മുടക്കിയ പൈസ ഓൺ ദ ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ്. അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ്. സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും, എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ്. നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു, പേടിച്ച് പോകുന്നു, അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ്. ഒരു സ്ഥലത്തും ഇതൊരു
ഗ്യാരണ്ടീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല. നിങ്ങൾക്ക് എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേസ്റ്റ് സ്പേസ് ഇൻ ഇൻഡസ്ട്രി. പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മനെ നോക്കുന്നത് ഈ ജോലി ചെയ്തില്ല, അതില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ എവിടെ ഉണ്ടാവും. സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ് ഇസ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മിറ്റി. ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർപ്പൂര് പീക്ക് ഓഫ് ദ ഷൂട്ട് 342 ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ. ജൂനിയർ ആർട്ടിസ്റ്റ് അവരെ എൻ്റെ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്ക്. ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബജറ്റ് കൂടുന്നു. ടെൻഷൻ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. A സർട്ടിഫൈഡ് ആണ് എന്ത് പറയുമ്പോൾ സ്ട്രെസ്സായി. ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ, സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കൊക്കെ സ്ട്രെസ്സാണ്. അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഹാവിങ് സെഡ് ദാറ്റ്, സിനിമകൾ വന്നുകൊണ്ടിരിക്കണം, നല്ല സിനിമകൾ തന്നെ വരണം. അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടിയിട്ട് മുടക്കണം. അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയാം. ഇപ്പൊ സജീവിനെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു മെച്യൂർഡ് വ്യക്തിയുടെ മെച്യൂർഡ് തീരുമാനമാണ്. പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പൊ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ്. ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് 100 രൂപ മുടക്കാൻ 100 രൂപ തിരിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ്ങാണ്. 20 rupees is always the risk. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കുന്നത് ആലോചിച്ചു. പഠിച്ചപ്പോൾ ഫെയിൽ ആവുന്ന റിസ്ക് ഉണ്ടായിരുന്നു, ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിന്റെ റിസ്ക് ഉണ്ടായിരുന്നു. ഗോ എനിവേർ ഇൻ ദ ടോപ്പ് സെക്ഷൻ, ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇറ്റ്സ് എ ചോയ്സ്. റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായ കാര്യം. ഈ എഡിറ്റർ ഷമീർ മുഹമ്മദിന്റെ ഇന്റർവ്യൂ എന്ന ടൈമില് അദ്ദേഹം പറയാനുണ്ടായി, ഉണ്ണിയുടെ ഒരു 2015 മുതലുള്ള ഒരു ശബ്ദമായിരുന്നു ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രം. അത് മാർക്കോയില് വന്ന് സംഭവിക്കുകയും അതൊരു പാനലിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അത്തരത്തിലുള്ള സിനിമാ സ്വപ്നങ്ങൾ ഇനിയും ഉണ്ടോ? സ്വപ്നങ്ങളില്ലെങ്കിൽ സിനിമാക്കാരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഓരോ സിനിമ സംഭവിക്കുന്നത്. ഐ തിങ്ക് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് സജീവമുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും. ഷമീർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവന് എൻ്റെ സിനിമാ സ്വപ്നങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം. സോ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് വലിയ കാര്യം. താങ്ക് യു. പിന്നെ താരം എന്ന് പറഞ്ഞ ചിത്രം ബേസിക്കലി ഇപ്പൊ നിലവില് പ്രൊജക്ട് ഓൺ ആണോ? താരത്തിന്റെ ഞാൻ കുറെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള ഇത് ഈ പറഞ്ഞ നമുക്ക് അതിൽ കുറെ പെർമിറ്റേഷൻ കൗണ്ടറിങ് സാധനങ്ങൾ ഒന്നിച്ച് വരുന്നു. ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ്, ലൊക്കേഷൻ പെർമിഷൻ, ക്ലൈമറ്റ്, ഇതൊക്കെ ഒന്നിച്ച് വന്നാൽ ഡെഫിനറ്റ്ലി സംഭവിക്കും. ഇപ്പം അതില് എന്താണ് നിവിന്റെ ഒരു ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ആ ചിത്രം. അത് ഒരു വലിയ എന്റർടൈനർ പടമാണ്. പാട്ട്, ഡാൻസ്, അങ്ങനെ ആഘോഷമായിട്ട് നിവിനെ കൊണ്ട് ഫ്ലെക്സിബിൾ ആയ നിവിൻ പോളിയെ കൊണ്ട് ഒരു നോ ലിമിറ്റ്സ് നിവിൻ പോളി ഉണ്ടെങ്കിൽ നിവിൻ ഇപ്പൊ ഒരു ചുള്ളനായിട്ട് നിൽക്കുന്ന ഒരു ഇമേജസ് ആണല്ലോ ചുള്ളനായി വരുന്നു. ഇച്ചിരി ചുള്ളനായി ഈ ബാക്കി പറഞ്ഞ സാധനങ്ങൾ കൂടി ഒന്നിച്ച് വന്നു വീണ് കഴിഞ്ഞാൽ സംഭവിക്കും. പ്ലാനൊന്നുമില്ല, പക്ഷേ ഡിസ്കഷൻസ് ഉണ്ട്. എന്റേതായ സമയം തീരുമാനിക്കും. ഇപ്പൊ കുറച്ച് സിനിമകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഡെഫിനറ്റ്ലി ഹിന്ദി സിനിമയിൽ ഉദ്ദേശിക്കുന്നു ചെയ്തു.
വെയിറ്റിംഗ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. പറഞ്ഞു പറ്റുന്ന പോലെ നിങ്ങളെല്ലാവരും ഗെറ്റ്സ് ആൻഡ് ബേബി എന്ന സിനിമ ഒന്ന് പോയി കാണണം. കണ്ടിട്ട് ഷെയർ യുവർ ഫീഡ്ബാക്ക്. ബിക്കോസ് ഈ പ്രസ് മീറ്റിന്റെ പ്രധാന ഉദ്ദേശം തന്നെയായിരുന്നു ഈ സിനിമ എന്താണെന്ന് ഫാമിലീസിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അത് ഈ മെസ്സേജ് ഒന്ന് കൃത്യമായിട്ട് എത്തിക്കാം ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. ഈ വാച്ചിങ് വിത്ത് ഫാമിലി ഉണ്ട്, നിങ്ങളുടെ ഇത്രയല്ല നിങ്ങളുടെ കുടുംബത്തിലെ. അത് യെസ്, താങ്ക് യു സോ മച്ച്. വൺ മോർ തിങ്, നമുക്ക്